വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓർഫനേജിൽ നിന്ന് കുട്ടികളെ കടൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരാറുണ്ട്. ഒന്നില്ലെങ്കിൽ ശംഖുമുഖം, അല്ലെങ്കിൽ ഇവിടെ. ഏത് ബാച്ച് വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും. ഓ, നമ്മള് ഫാദറിന്റെ വലങ്കയല്ലേ? തനിക്ക് കടൽ അത്ര ഇഷ്ടമാണോ? ഇഷ്ടപ്പെട്ട ഒരാൾ കൂടെ ഉള്ളപ്പോ കടലും കായലും കുളവും ഒഴിഞ്ഞു കിടക്കുന്ന ഒറ്റയടി പാതയും ഒക്കെ രസം. ഇഷ്ടല്ലെങ്കിൽ അതൊക്കെ ശൂന്യതയാവും. കൊള്ളാലോ. ഇതെവിടെന്നെങ്കിലും വായിച്ച് മനപ്പാടാക്കിയതാണോ? ഹേ, ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതാ. ഇപ്പൊ എന്റെ കൂടെ താനില്ലെങ്കിലേ ഈ കടലിന് ഒരു കൗതുകം തോന്നില്ല. ചുമ്മാ കുറച്ചേരം നോക്കി നിൽക്കും, പിന്നെ ബോറടിച്ച് എവിടെയെങ്കിലും മാറി നിൽക്കും. അത്രയൊക്കെ ഉണ്ടാവും. പക്ഷെ തന്റെ കൂടെ ഇന്ന് മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നാലും നോ ബോറടി. ഹോസ്പിറ്റലിന് മുൻപ് വന്ന പേഷ്യൻസും അവരുടെ ബന്ധുക്കളും ഒക്കെ വീട്ടില. ഇവിടെ ആരുമില്ല. ധൈര്യമായിട്ട് എന്റെ കൈ മുറുക്കി പിടിച്ചോ, ഒരു കുഴപ്പമില്ല. കുറെ കാലം കഴിയട്ടെ, നമുക്കൊന്ന് രണ്ട് മക്കളൊക്കെ ആയ ശേഷം അവരെയും കൂട്ടി ഇവിടെ വരണം. എന്നിട്ട് അവരോട് പറയണം ഇവിടെ വെച്ച അച്ഛനും അമ്മയും പ്രണയത്തിന്റെ കെട്ട് അഴിച്ചു വിട്ടതെന്ന്. വട്ടാന്ന് പറയും പിള്ളേര്. പറയട്ടെ, നമുക്ക് നമ്മുടെ വട്ട്, അവർക്ക് അവരുടെ കാലത്ത് അവരുടെ വട്ട്. അല്ലെങ്കിൽ ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് ഒരു തരം വട്ട് തന്നെയല്ലേ? ഏയ്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഈ പരസ്പരം ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള പൂർണ്ണതയാ. എന്താ പറയാ, ഈ ഒരാളുടെ മനസ്സിൽ നിന്ന് മറ്റൊരാളുടെ മനസ്സിലേക്കുള്ള ദൂരം ഇല്ലാതാവുക എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു. ഇത് എവിടുന്നേലും അടിച്ചു മാറ്റിയതാണോ? തന്നെ പോലെ ഒരാൾക്ക് ഇത്രയൊക്കെ ചിന്തിക്കാമെങ്കിൽ എന്നെ പോലെ ഒരാൾ എങ്ങനെയൊക്കെ ചിന്തിക്കണം? അതെ, തനിക്ക് അറിഞ്ഞൂടാ, ക്യാമ്പസിലായിരിക്കുമ്പോഴേ ഷോർട്ട് സ്റ്റോറിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു എനിക്ക്. ശരിക്കും? പിന്നെ എത്ര പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ എനിക്ക്? പിന്നെന്താ നിർത്തിക്കളഞ്ഞേ? സമയം കിട്ടണ്ടേ? നാട്ടുകാരുടെ ഭാഗ്യം. സമയം കിട്ടിയിരുന്നെങ്കിൽ എഴുതി കുഴപ്പിച്ചു കളഞ്ഞാന്. അല്ല, നമ്മള് തമ്മിൽ കുറെ നേരം ഫോൺ ചെയ്യാറുണ്ടല്ലോ, പകലും രാത്രിയൊക്കെ. ഞാൻ പറയുന്ന മുഖ്യം മൂളിയും കേട്ടോണ്ടിരിക്കുന്നല്ലാതെ ഈ പറഞ്ഞ കഥാകൃത്തിന്റെ ഒരു നല്ല 4 വാചകം പോലും ഞാനിതുവരെ കേട്ടിട്ടില്ല. അതൊക്കെ ഒരു പൈങ്കിളി ഏർപ്പാടല്ലേ? ഓ, നമ്മൾ എന്നാ ബുദ്ധിജീവിയാണല്ലോ. എന്നാലേ ഇപ്പൊ ആ ബുദ്ധിജീവി തരം കെട്ടഴിക്കണ്ട. നമുക്കേ പൈങ്കിളിത്തനം മതി. സാരംഗ്, കാറൊന്ന് നിർത്ത്. യാമി, ഇങ്ങോട്ട് ഇറങ്ങും, പുറത്തേക്ക് ഇറങ്ങി വരാൻ. ഈ വിഷയം നമുക്ക് വീട് വരെ കൊണ്ടുപോകണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞു തീർക്കാം മോളെ. സാരംഗ്, സംസാരിക്ക്. മോളെ, വീട്ടിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാ മോളതെന്തിനാ ടീച്ചേഴ്സിനോടും കൂട്ടുകാരോടൊക്കെ കാണിക്കുന്നത്? അത് മോശമല്ലേ? നോക്കു മോളെ, നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ മുമ്പിൽ അഭിമാനത്തോടെ വന്ന് നിൽക്കാനാണ് പേരൻസ് ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അച്ഛനും അമ്മയും തലകുനിച്ച് നിൽക്കാന്ന് പറഞ്ഞാ അത് മോശമല്ലേ? മോളെ, ഞാൻ മനസ്സാ വാച അറിയാത്തൊരു കാര്യം, അതിന്റെ പേരിലാണ് അച്ഛൻ ചില ഡിസിഷൻസ് എടുത്തത്. അതിനെയും അച്ഛന് മാത്രമേ അറിയൂ. പക്ഷെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണെന്ന് പറയുമ്പോഴും നിനക്കതിലൊരു വിഷമമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതോ വിഷമമൊന്നുമില്ലാന്ന് മോൾ അഭിനയിക്കുകയാണോ? സംസാരിക്കാതിരുന്നിട്ട് കാര്യമില്ല, നീ സംസാരിച്ചേ പറ്റൂ. ഈ നിലയിൽ സ്കൂളിൽ തുടരാൻ പറ്റില്ല യാമി. ഞങ്ങൾ പ്രിൻസിപ്പളിനോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങൾ ഇന്ന് തന്നെ പരിഹരിച്ചോളാന്ന് എനിക്ക് വാക്കൊന്നും തരാൻ പറ്റില്ല. കാരണം ഒരു തീരുമാനവും ഞാനെടുത്തതല്ല. പക്ഷെ നിന്റെ കാര്യത്തിൽ ചില കടുത്ത തീരുമാനങ്ങൾ എനിക്ക് എടുക്കേണ്ടി വരും. പഠിപ്പിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിലായാലും ഇതുവരെ നിന്നെ എനിക്ക് ഉപദേശിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇപ്പോ കൂടെ കൂടെ കംപ്ലൈൻസ് വന്നുകൊണ്ടിരിക്കുക. എന്തിന്റെ പേരിലായാലും, ആര് തരുന്ന പരിഗണനയുടെ പേരിലായാലും ഇത് ഞാൻ അനുവദിക്കില്ല. അമ്മ എന്റെ ഒരു കാര്യം അന്വേഷിക്കണ്ട.
എന്താ നീ പറഞ്ഞേ? അമ്മ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കരുതെന്ന്. എനിക്കിഷ്ടല്ല. എന്നോട് എന്തെങ്കിലും പറയണ്ടെങ്കിലേ അച്ഛൻ പറഞ്ഞാ മതി. സാരംഗ്, ഇത് കേട്ടില്ലേ മോളെ? അമ്മയ്ക്ക് എന്ത് അയോഗ്യത നീ കണ്ടത്? അമ്മ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാലോ. അതെന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. സാരംഗ്, ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? മോളെ, നീ എന്നോടാ സംസാരിക്കുന്നത്? എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കാര്യങ്ങൾ ഇനി അമ്മ ഇടപെടണ്ട. എനിക്കത് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. കേട്ടില്ലേ സാരംഗ്? അവള് പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മോൾക്ക് എന്നെ എങ്ങനെ ഇഷ്ടമല്ലതാവാ? എന്നെ എങ്ങനെ കണ്ടുകൂടാതാവുന്നത്? സാരംഗ് എന്തെങ്കിലും അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്റെ അടുത്ത് നിന്ന് അവളെ അകറ്റാൻ സാരംഗ് എന്തെങ്കിലും അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോന്ന്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലേ? പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എങ്ങനെ വെറുക്കുന്നത്? നിങ്ങളൊക്കെ എന്റെ മുന്നിൽ എന്താ ഒളിക്കുന്നത്? എന്റെ തലയിൽ നിങ്ങളൊക്കെ ചാർത്തി വെച്ചിരിക്കുന്ന കുറ്റം എന്താ? പൊതുവഴിയാണോ? ഓ, കരഞ്ഞൂടാ. അത് നാണക്കേടാണല്ലോ. പെരുവഴി വെച്ച് ഒരമ്മയെ നിഷേധിക്കാം അല്ലേ? പക്ഷെ അവൾക്ക് കരയാൻ അവകാശമില്ല. അമ്മ സഹിക്കേണ്ടവളല്ലേ? എല്ലാം സഹിക്കേണ്ടവളല്ലേ? ആകെ നനഞ്ഞു. ആസകലം മണ്ണ. അതിന് നമ്മള് നേരെ റൂമിലേക്കല്ലേ പോകുന്നേ? അവിടെ ചെന്നിട്ട് കുളിച്ചാ പോരെ? അതിന് നമ്മൾ റൂം എടുക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് നേരം വെളുക്കുന്നത് വരെ ഇങ്ങനെ ബീച്ചിൽ തന്നെ കിടക്കാം. അല്ലടോ, ഞാൻ കരുതി ഇതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് തിരിച്ചു പോകുന്ന. നന്നായി. ഒരു ദിവസം പൂർണ്ണമായി എനിക്ക് വേണമെന്നാ ഞാൻ പറഞ്ഞത്. അതിനി ഓടക്കൊന്നും പറയണ്ട, എനിക്ക് ദേഷ്യം വരും. ശരി, ഞാൻ പറയുന്നില്ല. ഇനി ഒന്ന് ചോദിക്കട്ടെ, ടെൻഷനൊക്കെ ഒരു വശത്തുണ്ട്, പക്ഷെ നീ ഹാപ്പിയാണോ? അതെന്ത് ചോദ്യാടോ? തൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയം പോകുന്ന അറിയുന്നേ ഇല്ല. നമ്മൾ ഒരുപാട് ദൂരമൊന്നും യാത്ര ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടാളും വളരെ ദൂരെ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നത് പോലെയാണ്. അതാ എന്റെ സ്നേഹത്തിന്റെ ഒരു മിടുക്ക്. സമ്മതിച്ചു. സ്നേഹ, ഞാനൊരു കാര്യം പറയട്ടെ. പ്രണയിക്കുന്നവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, വിവാഹത്തിലെത്തിയ പ്രണയങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ പലരുടെ ജീവിതങ്ങളും പിന്നീട് വലിയ അപകടത്തിലാണ്. എന്തിനാ കൂടുതൽ പറയുന്നത്? മൈഥിലി മാമിൻ്റെ കുടുംബം തന്നെ കണ്ടില്ലേ? എന്ത് രസമായിരുന്നു അവരുടെ ജീവിതം നോക്കിക്കാണാൻ. പെട്ടെന്ന് അതങ്ങ് തകർന്നു പോയില്ലേ? അത് അങ്ങേർക്ക് എന്തോ കുരുത്തക്കേടുള്ളതുകൊണ്ടാ. എനിക്ക് 100% ഉറപ്പാ. ഇല്ലടോ, സാർ അങ്ങനത്തെ ആളൊന്നുമല്ല. ഒന്ന് ചുമ്മാതിരിക്കേ. പിന്നെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായാല് അത് തീർക്കാനുള്ള വഴി എനിക്കറിയാം. എന്തു വഴി? നിങ്ങള് മരുന്ന് കുറിക്കുന്ന ഡോക്ടർമാരും ഞാൻ മനസ്സ് പഠിക്കുന്ന ഡോക്ടറും അല്ലേ? ഈ മനസ്സ് ഞാൻ പഠിച്ചോളാം. എന്തേലും കുഞ്ഞു രോഗം വന്നാല് അതിന്റെ മെഡിസിന് ഞാൻ തന്നോളാം. നമ്മളെന്തെങ്കിലും പിണങ്ങിയാലേ ഇതൊക്കെ ഞാൻ ചോദിച്ചോളാം. ചോദിച്ചോ. എനിക്ക് നിന്നോട് അങ്ങനെയൊന്നും പിണങ്ങാൻ പറ്റില്ല. അത് സ്വന്തമായി കഴിയുമ്പോ നിനക്ക് ബോധ്യപ്പെടും. ഞാനൊരു പെർഫെക്റ്റ് വൈഫല്ലേ? ആ ഉറപ്പ് എനിക്കുണ്ട്. താൻ പെർഫെക്റ്റ് ആണെങ്കിലേ ഞാനും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫാമിലിയും പെർഫെക്റ്റ് ആയിരിക്കും. ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴേ പെട്ടെന്ന് കല്യാണം കഴിച്ചാലോന്നൊരു തോന്നല് വരിക. നമുക്കേ ഇവിടെ എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി താലി കിട്ടിയാലോ? ദേ, നിന്റെ ഈ മരഞ്ചാട്ടം ഉണ്ടല്ലോ, അതാ എനിക്ക് പിടിക്കാത്തത്. എല്ലാവരും നമ്മുടെ കല്യാണം എന്നാ നടത്തേണ്ടതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ നേരത്താ അവളുടെ കള്ള കല്യാണത്തിന്റെ ഒരു സംസാരം. ഓക്കെ, വീട്ടുകാർ ആലോചിക്കുന്ന സമയത്ത് മതി. ഞാനേ സറണ്ടർ ചെയ്യുന്നു. പക്ഷേ ഇനി ലേറ്റാക്കിയാൽ ശരിയാവില്ല. ഒന്നുമില്ല. ഞാൻ കരുതിയത് അന്നത്തോടെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നെന്നായിരുന്നു. പിന്നെന്തു പറ്റി? നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്താലേ അയാള് തെളിഞ്ഞ ചിരിയോടെ ഒരു താങ്ക്സ് പറയില്ലേ? അത് തന്നെയായിരുന്നു സാരംഗം ചെയ്തത്. ഓഫീസിലെ പ്രശ്നങ്ങൾ കൊണ്ട് അസ്വസ്ഥനായിരുന്നപ്പോൾ സാരംഗിന് ഒരു സപ്പോർട്ട് ആവശ്യമായിരുന്നു.
ഞാൻ ചെന്നു. സാരംഗ് അതിന് നന്ദി കാണിച്ചതാ. പക്ഷെ ഞാൻ തെറ്റിദ്ധരിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ സ്നേഹയുടെ ബർത്ത്ഡേക്കൊക്കെ വന്നില്ലേ? കബളിപ്പിക്കുമ്പോ മോശമാവാൻ പാടില്ലല്ലോ. ബർത്ത്ഡേ കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെയൊക്കെ തന്നെയാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോഴാ യാമി യദുവും തമ്മിലൊരു വഴക്ക്. പെട്ടെന്ന് സാരംഗിന്റെ രീതികളൊക്കെ മാറി. സാരംഗ് യാമിയുടെ പക്ഷം പിടിച്ച് സംസാരിക്കാൻ തുടങ്ങി. യദുവിനെ ഒറ്റപ്പെടുത്താൻ എനിക്കും പറ്റില്ലല്ലോ. ഞാനും സംസാരിച്ചു. സാരംഗിൽ നിന്ന് ഞാനിതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷെ എൻ്റെ മോള്, അവളുടെ വിഷയങ്ങളിൽ ഞാനിനി ഇടപെടാൻ പാടില്ല എന്നാ വിലക്ക്. അതവള് വെറുതെ വാശിക്ക് പറഞ്ഞതായിരിക്കും. അല്ല, അവളുടെ വാശിയും തമാശയൊക്കെ എനിക്ക് കണ്ടാ തിരിച്ചറിയാം. അവൾ സീരിയസ് ആയിരുന്നു. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കയറിക്കൂടിയിട്ടുണ്ട്. സാരംഗ് എന്തൊക്കെയോ ആ കുരുന്ന് മനസ്സിൽ കുത്തി നിറച്ചിട്ടുണ്ട്. എന്ത് കഷ്ടമാണ്. സാരംഗിന് മോറൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും യാമിയുടെ മുന്നിൽ മൈഥിലിയെ തെറ്റുകാരിയായിട്ടൊക്കെ അവതരിപ്പിക്കാന്ന് പറഞ്ഞ അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് വലിയ ഉറപ്പില്ല. എനിക്കെന്റെ മക്കൾ കൂടിയില്ലാതെ, അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഇടപെടാതെ, അവരെ അപ്പുറം ഇപ്പുറം ചേർത്ത് നിർത്താതെ എനിക്ക് നടക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ ഞാൻ ഒന്നുമല്ലാതായി പോകൂടൂ. ഇതിനേക്കാളും നല്ലത് സാരംഗിനെ ഡിവോഴ്സ് ചെയ്യായിരുന്നു. ഇതിപ്പോ ഒരു മേൽക്കുരയ്ക്ക് താഴെയാ. പക്ഷെ ഒരു നിമിഷവും ഞാൻ ഒറ്റപ്പെടുക. ഇപ്പൊ യാമി, കുറച്ചു കഴിയുമ്പോ യദു പറഞ്ഞാലോ? അമ്മ എന്നുള്ള വാക്കിനൊന്നും ഒരു വിലയില്ലടോ. ചിലര് കുട്ടികളില്ലാത്തോണ്ട് കരയും, ചിലര് ഉണ്ടായ കുട്ടികളെ കൊണ്ട്. എന്താടോ ഇത്? കുറച്ചുകൂടി പക്വതയോടെ കാര്യങ്ങളെ കാണുന്ന ആളല്ലേ താൻ? എത്രയോ പേരെ ഉപദേശിക്കുന്നതാ, എത്ര പേർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കുന്നതാ. എന്നിട്ട് എന്റെ മക്കളുടെ കാര്യത്തില് എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലല്ലോ. എനിക്കെന്താ ഭ്രാന്ത് പിടിക്കാതെ പോയെന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്രയ്ക്ക് ഷോക്കിംഗ് ആയ കാര്യം എനിക്കിത്. താൻ തടയരുത്. ഞാൻ യാമി മോളെ എന്ന് വിളിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിന്റെ ഇടയില് ചുളുവിൽ അവൾ അവളുടെ തോന്നിവാസം കാണിക്കാൻ പാടില്ലല്ലോ. വിലക്കേണ്ടത് വിലക്കിയല്ലേ പറ്റൂ. അനാമിക അവളെ വിളിക്കണം. പറ്റുമെങ്കിൽ ഇങ്ങോട്ടേക്ക് അവളെ വിളിച്ചു വരുത്തി അവളെ ഉപദേശിച്ച് മനസ്സിലാക്കണം. അവളൊരു പെണ്ണിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. ശരിയടോ, ഞാൻ സംസാരിച്ചോളാം. സാരംഗ്, ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗൗരവമുള്ള വിഷയമാണ്. മോളുടെ മനസ്സിൽ ഞാനെങ്ങനെ തെറ്റുകാരിയായെന്ന് എനിക്കറിയില്ല. പക്ഷെ അവളെന്നോട് വല്ലാതെ അകലാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നല്ല, അവൾ എൻ്റെ അടുത്ത് അകന്നു കഴിഞ്ഞു. സാരംഗിന് അവളുടെ കാര്യം മുഴുവനും നോക്കാൻ പറ്റുമോ? അവളൊരു പെൺകുട്ടിയാ. അവൾക്ക് അച്ഛനോട് എന്തൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും? അതിനൊക്കെ ഒരു പരിധികളില്ലേ? അമ്മയില്ലാത്ത പെൺകുട്ടികളും ജീവിക്കുന്നുണ്ടല്ലോ. ഓരോ വാക്കിലും എന്നെ തോൽപ്പിച്ച് അടങ്ങുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണോ? അമ്മയില്ലാത്ത കുട്ടികളും ജീവിക്കും എന്നുവെച്ചാ ഞാനില്ലാതെ ജീവിക്കാൻ അവളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലേ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്താ സാരംഗ് ഉദ്ദേശിച്ചത്? സാരംഗിന് അവളുടെ ഏതെങ്കിലും കാര്യങ്ങൾ ഇതുവരെ അറിയേണ്ടി വന്നിട്ടുണ്ടോ? അമ്മയില്ലാത്ത കുട്ടികൾ മാത്രമല്ല, അച്ഛനും അമ്മയില്ലാത്ത കുട്ടികൾ വരെ ജീവിക്കും. പക്ഷെ അവിടേക്ക് ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീയോട് മാത്രം ഷെയർ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. സുമയുണ്ടല്ലോ ഇവിടെ. എന്നുവെച്ചാ സാരംഗ് വെൽ പ്രിപ്പയർഡ് ആണ്. ഇനി എനിക്കൊന്നും പറയാനില്ല സാരംഗ്. പക്ഷെ അച്ഛന്റെ ദുർവാശിയും അച്ഛൻ കൊടുക്കുന്ന അമിത സ്വാതന്ത്ര്യവും അമ്മയെക്കുറിച്ചുള്ള വികൃതമായ ചിന്തകളും അവളെ വഴിതെറ്റിക്കാതെ നോക്കിക്കൊള്ളണം. അകറ്റി നിർത്തിക്കോ. പക്ഷേ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയാ പൊറുക്കില്ല ഞാൻ നിങ്ങളോട്.
ഫാദർ. തഹാനോ? അല്ല, അപ്പോൾ സ്നേഹമോൾ കല്യാണത്തിന് പോകുന്ന പരിപാടിയൊക്കെ മാറ്റിവെച്ചു? ഇല്ല, അവൾ ഫ്രണ്ട്സിനൊപ്പം പോയി. ഇന്നലെ രാത്രി അരുണനോട് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ തന്നെ പോകുമെന്നാണല്ലോ. ആണോ? എന്നോട് സ്നേഹമോൾ പറഞ്ഞത് ഫാദർ തീരുമാനം മാറ്റി ഫാദറിന്റെ നാട്ടിലേക്ക് അരുണും ഫാദറും കൂടി പോകുന്നെന്നാ. രംഗനാഥ, രണ്ടുപേരും കൂടി രണ്ടിടത്തും ഇങ്ങനെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ റൂട്ട് അത്ര ശരിയല്ലേ? ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഫാദർ. എടോ, കാലം ഒരുപാട് അങ്ങ് പുരോഗമിച്ചിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരിടത്ത് പോകാൻ പറ്റാത്ത കാലമൊന്നുമല്ല. വിളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാ. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ ഫാദർ. എടോ, കൂടുതൽ ട്രൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ മണ്ടന്മാരാകാന്ന അർത്ഥം. ഫാദർ, എനിക്കെന്തോ അവൾ പോകുന്നത് പറഞ്ഞ നിമിഷം മുതൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അവൾ തീരുമാനം മാറ്റി പോകുന്നില്ലെന്ന് പറയാനാണ് ഞാൻ കാത്തിരുന്നത്. താനെന്തിനാടോ ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? അവർ രണ്ടുപേരെയും നമ്മൾ ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതല്ലേ. പിന്നെ എൻ്റെ മകൻ അരുണിന്റെ കാര്യമാണെങ്കിൽ എനിക്ക് അവനേക്കാൾ ധൈര്യമുള്ള ഒരാള് ഈ ഭൂമുഖത്തില്ല. തനിക്കവനെ വിശ്വസിക്കാടോ? രണ്ടുപേർക്കും കൂടി എങ്ങോട്ടെങ്കിലും പോകാനായിരുന്നെങ്കിൽ നമ്മളോട് പെർമിഷൻ ചോദിക്കാൻ വരുന്നില്ലേ? നമ്മളെന്താ തടയോ? എടോ, നമ്മുടെ മുമ്പത്തെ തലമുറയ്ക്ക് നമ്മുടെ അത്ര അറിവുണ്ടാവോ, പരിഷ്കാരം ഉണ്ടാവോ എന്നൊക്കെ എല്ലാ കാലത്തെ തലമുറയ്ക്കും പേടിയുണ്ട്. അവർ പറയാത്തതിൻ്റെ കാരണം അത് തന്നെയായിരിക്കും. ഞാനും താനും ഒന്നിച്ചങ്ങ് നിശ്ചയിച്ചാലോ എന്ന് പേടിച്ചിട്ടുണ്ടാവും. ഫാദർ എങ്ങോട്ടാ? എനിക്കിവിടെ അടുത്ത് നമ്മുടെ ആ പ്ലാൻ തോട്ടത്തിൽ ഗീ വർഗീസ് ഉണ്ടല്ലോ, അയാളുടെ വീട്ടിലൊന്ന് കയറണം. ഫാദർ, അത് കഴിഞ്ഞ് വീട്ടിലോട്ട് ഇറങ്ങാമോ? വരാടോ. തൻ്റെ സ്വസ്ഥതയില്ലായ്മയ്ക്ക് അല്പം കൂട്ടിരുന്നല്ലേ പറ്റൂ. അതിനിടയിൽ ഞാൻ അവനൊന്ന് വിളിക്കുകയും ചെയ്യാം. ശരി ഫാദർ. എടോ, മനസ്സൊന്നും വിഷമിക്കണ്ട. പരിഹാരമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ലോകത്തുണ്ടോ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി ഫാദർ. വാ. ഇതെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? വരുന്നില്ലേ? വരാം. റൂം എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി വേറൊരു റിസോർട്ടാ ഉദ്ദേശിച്ചത്. അവിടെ നോക്കുമ്പോ എല്ലാം ബുക്കിംഗ് ആയി. കുഴപ്പമില്ല, ഹണിമൂണിന് നമുക്ക് നേരത്തെ കൂട്ടി അവിടെ ബുക്ക് ചെയ്യാം. ഞാൻ ചോദിച്ചൊന്നും കേട്ടില്ലേ? എന്താ? ഇത് എന്ത് പറ്റിയത് എനിക്ക്? ഹോട്ടലിന്റെ ലോബിന്ന് വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ബീച്ചിൽ വെച്ച് കണ്ട ആളെ അല്ലല്ലോ. ഇത് എന്താ പറ്റിയേ? ഉപ്പുകാറ്റടിച്ചിട്ട് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടോ? ഏയ് ഇല്ലടോ. പിന്നെ എന്താന്ന് പറ. അത് ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാ ഒരു മുറിയില് തന്നെ പോലെ ഒരാളുടെ കൂടെ. ഞാൻ പിന്നെ നിത്യേന ഓരോരുത്തരായിട്ട് റൂമിൽ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. ഞാനേ വലിയ വലിയ ഹോട്ടലിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങള് ഫ്രണ്ട്സുമായിട്ട്, ഓൺലി ഗേൾസ്. അങ്ങനെ നോക്കിയാ എനിക്കും ഇത് ആദ്യമായിട്ടാ. പക്ഷെ തനിക്ക് പേടിയൊന്നുമില്ലല്ലോ? ഷെടാ, ബീച്ചിൽ നടക്കുമ്പോ ആരെങ്കിലും കാണുമെന്ന പേടി. റൂമിനകത്തേക്ക് ആരെങ്കിലും വരില്ല എന്നുള്ള ധൈര്യമെങ്കിലും ഇല്ലേ? എടോ, വിവാഹത്തിന് മുമ്പ് നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ താമസിക്കാന്നൊക്കെ പറഞ്ഞ എങ്ങനെ നോക്കിയാലും അതിലെന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ട്. കുറച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലേ ജീവിതം മഹാ ബോറായിരിക്കും. ആ പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ. മദ്യപിക്കില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. എന്നാലും പ്രത്യേക അവസരങ്ങളിൽ ഒരു ബിയറോ വൈനോ അങ്ങനെ എന്തെങ്കിലും ശീലമുണ്ടോ? ഏയ് ഇല്ലില്ല. താൻ എന്തൊക്കെയാ ചോദിക്കുന്നത്? കയ്യിൽ അനുഭവം ഉണ്ടോന്നല്ലല്ലോ ഞാൻ ചോദിച്ചത്. അങ്ങനെ ശീലം വല്ലതുണ്ടെങ്കിലേ ഞാൻ കൂടെ ഉണ്ടെന്ന് കരുതി മാറ്റി വെക്കണ്ട. നമ്മളെ ഫുൾ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാ. അതങ്ങനെ തന്നെ പോയിക്കോട്ടെ. എടോ, സത്യമായിട്ടും ഇല്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുപോലുമില്ല. താനോ ഈ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുമ്പോൾ
ഉള്ള കാര്യം പറയാലോ, ഈ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുമ്പോ എന്തൊക്കെ കുരുത്തക്കേട് കാണിക്കണോ അതൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. എനിക്ക് ജീവിതത്തിനെ കുറിച്ച് വലിയ വലിയ ആദർശങ്ങളൊന്നുമില്ല. ഉള്ള കാലം അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാം, അത്ര തന്നെ. അല്ല, ഡ്രസ്സ് മാറ്റുന്നില്ലേ? മാറ്റാം. എന്നാ പോയി മാറ്റ്. എനിക്ക് ആദ്യം ഒന്ന് കുളിക്കണം, എന്നിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാം. എന്താ ചിരിക്കുന്നത്? ആ ഫാദറിനെ ഓർത്ത് ചിരിച്ചു പോയതാ. നിന്നെ ഒരു LP സ്കൂളിൽ നിന്ന് ഇതുവരെ അയാള് വളർത്തി വലുതാക്കിയിട്ടില്ല. ശരി, പോയി കുളിച്ചിട്ട് വാ. ദേ അവിടെയാ വാഷ്റൂം. ആ